Celebrating 50 years. Majestic Jewelers. ത്യാഗസ്മരണയുയർത്തി വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. സൃഷ്ടാവിന്റെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മായിൽ നബിയും കാണിച്ച ധീരതയും സമർപ്പണവുമാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. തുടർച്ചയായി രണ്ടാം വർഷവും കോവിഡ് ആശങ്ക നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ലോകം ബലിപെരുന്നാൾ പെരുന്നാൾ മുസ്ലിം വിശ്വാസികളുടെ ആത്മസമർപ്പണത്തിന്റെയും ത്യാഗസ്മരണയുടെയും ആഘോഷമാണ്. ദൈവപ്രീതിക്കായി മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ആത്മാർപ്പണത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെരുന്നാൾ ആഘോഷം. ഹജ്ജ് പെരുന്നാൾ എന്നും ബലിപ്പെരുന്നാൾ എന്നും വിശ്വാസികൾക്കിടയിൽ അറിയപ്പെടുന്നുണ്ട്. അറബ് വർഷം ദുൽഹജ്ജ് 10-നാണ് ബലിപ്പെരുന്നാൾ ആഘോഷം നടക്കുന്നത്. മകനെ ബലി നൽകാൻ തയ്യാറായ ഇബ്രാഹിം നബിയുടെ ആത്മാർപ്പണത്തിന്റെ ത്യാഗസ്മരണയിൽ വിശ്വാസികൾ ബലിപ്പെരുന്നാൾ ദിവസം മൃഗബലി നടത്താറുണ്ട്. ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ച മകനെ ദൈവത്തിനു ബലി നൽകാൻ ദൈവം ഇബ്രാഹിം നബിയോട് ആജ്ഞാപിക്കുന്നു. അള്ളാഹുവിന്റെ ദാസനായ ഇബ്രാഹിം നബി അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിക്കാൻ അശക്തനാകുന്നു. ഒടുവിൽ മകനെ ബലി നൽകാൻ തന്നെ തീരുമാനിച്ചു. ഭാര്യയോട് പറയാതെ ഒരു ദിവസം ഇബ്രാഹിം നബി മകനെയും കൂട്ടി വീട് വിട്ടിറങ്ങി. കഴുത്തറക്കാൻ ഒരു കത്തിയും കയ്യിൽ കരുതി. ബലി നൽകാൻ തയ്യാറായി ഒരു മലഞ്ചെരുവിലെത്തിയ നബിയോട് എന്തിനാണ് കരയുന്നതെന്ന് മകൻ അന്വേഷിച്ചു. ഒടുവിൽ കാര്യമറിഞ്ഞ ഇസ്മായിൽ നബി പിതാവിനോട് ധൈര്യപൂർവ്വം അള്ളാഹുവിന്റെ ആജ്ഞ അനുസരിക്കാൻ പറയുന്നു. ബലി നൽകാൻ തയ്യാറായെങ്കിലും ഇബ്രാഹിം നബിയുടെ അചഞ്ചലമായ ദൈവവിശ്വാസത്തിൽ സംപ്രീതനായ ദൈവം മകനെ ബലി നൽകേണ്ടതില്ലെന്ന് അരുളി. പകരം ഒരു ആടിനെ ബലിയിറക്കാൻ നിർദ്ദേശിച്ചു. ഇതാണ് ബലിപ്പെരുന്നാളിന്റെ വിശ്വാസപരമായ ഇതിവൃത്തം. ബദരീങ്ങളെ പെറ്റ നാട്ടില് ബഹ്റലയും നീന്തിപ്പോയവൻ. ഒരിക്കൽ കൂടി ഈ ദിനം മണ്ണണയുമ്പോൾ ലോകത്തിന് നൽകുന്ന സന്ദേശവും മഹത്തരമാണ്. പ്രത്യേകിച്ച് ലോകം ഒരു വലിയ പരീക്ഷണത്തിലൂടെ നീങ്ങുന്ന ഈ കാലത്ത് പരീക്ഷണങ്ങൾക്കൊടുവിൽ വിജയം സുനിശ്ചിതമാണെന്നാണ് ഈ ബലിപ്പെരുന്നാൾ സന്ദേശവും ലോകത്തോട് പറയുന്നത്. അതാണ് വിശ്വാസ സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നതും. ബലിപ്പെരുന്നാൾ നമുക്കേകുന്ന സഹന സന്ദേശമാണ് നാം ഉൾക്കൊള്ളേണ്ടത്. സാമൂഹ്യ അകലങ്ങളുടെ കാലത്ത് പരസ്പരമുള്ള കരുതലോടെയാണ് നാം മുന്നോട്ടു പോകേണ്ടത്. മാനസികമായ ഐക്യമാണ് നാം കൈമുതലാക്കേണ്ടത്. എല്ലാ പ്രേക്ഷകർക്കും വലിയ പെരുന്നാൾ ആശംസകൾ.